വ്യക്തികൾ, ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷനുകൾക്കിടയിൽ പൊതുവായ കാര്യങ്ങൾ, അടയാളങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ എന്നിവയിലൂടെ വിവരങ്ങൾ, ആശയങ്ങൾ, വികാരങ്ങൾ എന്നിവ കൈമാറുന്ന പ്രക്രിയയാണ് ആശയവിനിമയം. ആരോഗ്യകരവും ശക്തവുമായ ബന്ധങ്ങൾക്ക് നല്ല ആശയവിനിമയം തീർച്ചയായും അത്യന്താപേക്ഷിതമാണ്. ഇത് വർദ്ധിപ്പിക്കുന്നതിന് കുറച്ച് ആശയങ്ങൾ. നിങ്ങളുടെ സന്ദേശം വ്യക്തമാണെന്ന് ഉറപ്പാക്കുക. ആശയക്കുഴപ്പം ഒഴിവാക്കാൻ അത് ഉച്ചത്തിൽ പറയുക. തുറന്ന മനസ്സ് നിലനിർത്തുകയും മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സന്ദേശം സ്വീകർത്താവിന് പ്രസക്തവും അർത്ഥപൂർണവുമാണെന്ന് ഉറപ്പാക്കുക. നമ്മുടെ സന്ദേശം സ്വീകർത്താവുമായി പ്രതിധ്വനിക്കുന്ന രീതിയിൽ അർത്ഥവത്തമായി അറിയിക്കുക. സ്വീകർത്താവിൻ്റെ കാഴ്ചപ്പാടും ആവശ്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്വീകർത്താവിൻ്റെ ആവശ്യങ്ങളും ആശങ്കകളും തിരിച്ചറിയുക. കൃത്യവും സമയബന്ധിതവുമായ വിവരങ്ങൾ നൽകുക. എന്തെങ്കിലും സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കുക. ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുക. ആശയവിനിമയം നടത്തുന്നതിന് മുമ്പ് വിമർശനാത്മകമായും പ്രതിഫലനപരമായും ചിന്തിക്കുക. നമ്മുടെ ആശയവിനിമയ കഴിവുകൾ സ്വീകർത്താവിൻ്റെ താൽപ്പര്യങ്ങൾ അറിഞ്ഞ് തുടർച്ചയായി മെച്ചപ്പെടുത്തുക. നമ്മുടെ ചിന്തകൾ ക്രമീകരിക്കുകയും യുക്തിസഹമായ വികാരങ്ങളിൽ ആശയവിനിമയം നടത്തുക. വാക്കേതര സൂചനകളും ഫീഡ്ബാക്കും ശ്രദ്ധിക്കുക. ഈ തത്വങ്ങൾ പാലിക്കുന്നതിലൂടെ നമ്മുടെ ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്താനും കൂടുതൽ ഫലപ്രദവും അർത്ഥവത്തായതുമായ ഇടപെടലുകൾ വളർത്തിയെടുക്കാനും കഴിയും. നന്ദി.